നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് രാജ്യത്തെ ബ്ലോഗർമാരൊക്കെ തന്നെ വലിയ സംശയ നിഴലിലേക്ക് പോകുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത ജ്യോതി മൽഹോത്ര എന്ന യുവതിയെ NIA അന്വേഷണ വിധേയമായി കസ്റ്റഡിയിൽ വെച്ച് ഇപ്പോൾ അവർ NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അവർക്ക് പല പാകിസ്ഥാൻ ബന്ധങ്ങൾ, അതായത് ഇവിടെ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പല വിവരങ്ങളും പാകിസ്ഥാന് കൈമാറിയെന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ NIAക്ക് ലഭിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ തെളിവുകൾ NIA ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ നടന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. കൃത്യമായും ബ്ലോഗർമാരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു NIA. ബ്ലോഗർമാരല്ലാത്ത സാധാരണക്കാരെയും ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ ചാരന്മാരായി ശത്രു രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഭയ്യ സണ്ണി യാദവ് എന്ന മറ്റൊരു ബ്ലോഗറെ ഈ നിമിഷം NIA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പുള്ളി ചെറിയ പുള്ളിയല്ല, മാത്രമല്ല 47 ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു തെലുങ്ക് സെലിബ്രിറ്റിയാണ് സണ്ണി ഭയ്യ യാദവ്. അത്രത്തോളം വലിയ ആരാധക വൃന്ദമുള്ള ആളാണ് ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ NIA അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. NIA കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മാത്രമല്ല, ഇയാൾ ബൈക്കിലൂടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുകയും അവിടുന്ന് അത്തരത്തിലുള്ള യാത്രയുടെ വിവരങ്ങൾ ബ്ലോഗ് വീഡിയോസ് ആക്കി ഇറക്കുകയും ഇതിനൊക്കെ തന്നെ വലിയ പിന്തുണ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധക വൃന്ദം ഇയാൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള വിവിധ പ്രദേശങ്ങളെക്കുറിച്ച്, ആ പ്രദേശങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ തന്നെ ബ്ലോഗ് ചെയ്യുകയും അതൊക്കെ തന്നെ ലോകമെമ്പാടുമുള്ള പാകിസ്ഥാനിലടക്കമുള്ള ആരാധക വൃന്ദം കാണുകയും അത്തരത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത ആളാണ് സണ്ണി ഭയ്യ യാദവ്. യാദവിനെയാണ് ഇപ്പോൾ NIA പൊക്കിയിരിക്കുന്നത്. കൃത്യമായും ഈ ബ്ലോഗർമാർ ഇനി ഇത്തരത്തിൽ NIAയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയാനുള്ള സാഹചര്യം പലപ്പോഴും ഈ യാത്ര ചെയ്യാൻ, അതായത് ഒരു നിയന്ത്രണവുമില്ലാതെ അതിർത്തികൾക്കപ്പുറത്ത് യാത്ര ചെയ്യാനുള്ളൊരു സൗജന്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് പലപ്പോഴും ഈ ബ്ലോഗർമാർക്ക് ലഭിക്കാറുണ്ട്. അത്തരം പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണോ ബ്ലോഗർമാർ ചെയ്യുന്നത് എന്ന ചിന്തയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും ജ്യോതി മൽഹോത്രയ്ക്ക് കൂട്ടായി ഇപ്പോൾ സണ്ണി ഭയ്യ യാദവും എത്തിയിരിക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആർക്കെതിരെയും ഇനി ഇത്തരത്തിലുള്ള അന്വേഷണവും അവരെ പിടിച്ച് ജയിലിലടയ്ക്കാനുള്ള നീക്കവും അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.